നമസ്കാരം. ടൈംസ് ഓഫ് ഇന്ത്യയും കൈരളി ചാനലും ചേർന്ന് സംഘടിപ്പിക്കുന്ന മാനിഫെസ്റ്റോ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹം നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. പക്ഷേ വളരെ ഒരു വലിയ കാലയളവിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് ശ്രീ കുമ്മനം രാജശേഖരൻ സജീവമാകുന്നത്. നമുക്കറിയുന്ന പോലെ BJP വളരെ പ്രതീക്ഷ വച്ചു പുലർത്തുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മളോട് സംവദിക്കും. നമുക്ക് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരവുമുണ്ട്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ മോഡറേറ്റർ കൈരളി TVയുടെ ന്യൂസ് ഡയറക്ടർ ശ്രീ NB ചന്ദ്രശേഖരനാണ്. നിംസ് മെഡിസിറ്റിയും ചേംബർ ഓഫ് കോമേഴ്സിൻ്റെയും സഹകരണത്തോടെ ടൈംസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിക്കുന്ന മാനിഫെസ്റ്റോയുടെ മോഡറേറ്ററായി ശ്രീ ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരനാണ്. അദ്ദേഹത്തിന് ഒരു മുഖവുരയും ഇവിടെ ആവശ്യമില്ല. പക്ഷേ പരിപാടിയുടെ ആവശ്യത്തിനായി സംഘാടകർ തയ്യാറാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ദൃശ്യ വിവരണം കണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കേരള രാഷ്ട്രീയത്തിൽ 2015 ഒരു താരോദയമുണ്ടായി. കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷനായി. മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും അത്ഭുതമായി അത്. പക്ഷേ സംഘബന്ധുക്കൾക്കോ അവർക്കത് ഒരു കർമ്മഭടൻ്റെ 40 വർഷത്തെ ധർമായോധനത്തിനുള്ള കുങ്കുമപ്പൂ കിരീടം. താഴേത്തലം മുതൽ പടിപടിയായി പ്രയത്നിച്ചുയരുക, യജ്ഞവേദികളിലേക്ക് സ്വയം എറിഞ്ഞുകൊടുക്കുക, നാലുപാടു നിന്നും ആക്രമിക്കപ്പെടുമ്പോഴും ധർമ്മത്തിലുറച്ച് മുന്നോട്ടു പോവുക. അതാണ് വീര സവർക്കറിൻ്റെയും ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവാൾക്കറുടെയും പാത പിൻപറ്റുന്ന ഈ രാഷ്ട്രീയ സ്വയംസേവകൻ്റെ പൊതുജീവിത വേദാന്തം. ബാലസദനം മുതൽ ക്ഷേത്ര സംരക്ഷണ സമിതി വരെ, ശബരിമല അയ്യപ്പ സേവാ സമാജം മുതൽ ഹിന്ദു ഐക്യവേദി വരെ, വിശ്വ ഹിന്ദു പരിഷത്ത് മുതൽ RSS വരെ നീളുന്ന സമാജസേവയുടെ പിൻബലമുണ്ട് കുമ്മനത്തിന്. നിലയ്ക്കൽ പ്രക്ഷോഭം, ഗുരുവായൂർ സമരം, പാലിയം വിളംബരം, ശിവഗിരി സമരം, മാറാട് സമരം, ആറന്മുള സമരം, ഈ പടനായകൻ്റെ കർമ്മപഥങ്ങൾ. അങ്ങനെയാണ് വെള്ളിത്തലമുടിയും വെള്ളിത്താടിയുമുള്ള ഈ വേറിട്ട നേതാവ് സംഘപരിവാറിൻ്റെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലെ ഊർജ്ജക്ഷേത്രങ്ങളിലെ ധ്വജവാഹകനായി മാറുന്നത്. കേന്ദ്ര സർക്കാർ ജോലി ഉപേക്ഷിച്ച് സമാജ സേവനത്തിന് സ്വയം സമർപ്പിച്ച, സംഘനിഷ്ഠപ്രകാരം അവിവാഹിത ജീവിതം സ്വയം വരിച്ച, വീട് വിട്ടിറങ്ങിയ കുമ്മനത്തെ കേരളത്തിലെ ഒന്നാം നേതാവാക്കിയ BJPയുടെ തീരുമാനത്തിന് നാനാർത്ഥങ്ങളുണ്ട്. ആ പിൻബലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ NDAയുടെ പട നയിക്കുന്നത്, BJPയുടെ മറ്റൊരു രാജേട്ടനായി. പരിപാടിയുടെ വേദിയിലേക്ക് ശ്രീ കുമ്മനം രാജശേഖരനെ സ്വാഗതം ചെയ്യും. ആദ്യം തന്നെ ശ്രീ കുമ്മനം രാജശേഖരൻ നമ്മളോട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കും. ഈ തെരഞ്ഞെടുപ്പ് നാളിതുവരെ നടന്ന വിവിധ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം LDF, UDF എന്ന 2 പ്രബല മുന്നണികളുടെ രാഷ്ട്രീയ കിടമത്സരത്തിൽ അതിന് ബദലായി മറ്റൊരു ശക്തി കൂടി ഈ കേരളത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കഴിഞ്ഞ 60 വർഷക്കാലം പല ഭരണങ്ങളും കണ്ടിട്ടുള്ളവരാണ്, സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരാണ് കേരളീയർ. ആ ഭരണത്തിലൂടെ കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പര്യാലോചനയും പുനർവായനയുമാണ് വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതൃത്വം നൽകുന്ന വിവിധ രാഷ്ട്രീയ സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഭരിച്ചപ്പോൾ കേരളം എങ്ങോട്ടേക്ക് പോയി, കേരളത്തിന് എന്ത് നേടാൻ കഴിഞ്ഞു, ഇതേക്കുറിച്ചുള്ള സജീവമായ ചർച്ച ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ
ഉയർന്നു വന്നിരിക്കുന്നു. ഇതിന് ഈ രണ്ട് മുന്നണികൾക്കുമെതിരെ ഒരു ബദൽ രാഷ്ട്രീയ ശക്തി സമാഹരിക്കുക, സ്വരൂപിക്കുക എന്ന ഒരു ഉത്തരവാദിത്വത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഏർപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റത്തിന് കേഴുകയാണ്, ദാഹിക്കുകയാണ്. അവരുടെ പ്രതീക്ഷയും പ്രത്യാശയും കണക്കിലെടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി കൂട്ടുകൂടാൻ കഴിയുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളെ എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് NDA എന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രൂപം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ കേരളത്തിലെ ജനങ്ങൾ വലിയൊരു പ്രതീക്ഷയിലാണ്. കാരണം കുടിക്കാൻ വെള്ളം കിട്ടാതെ, കഴിക്കാൻ ആഹാരം ലഭിക്കാതെ, ചെയ്യാനൊരു തൊഴിൽ കിട്ടാതെ, കയറിക്കിടക്കാനൊരു ഇടമില്ലാതെ, വിവിധ രംഗങ്ങളിൽ നീതി ലഭിക്കാതെ നിഷേധിക്കപ്പെട്ട് അങ്ങനെ പല വിധത്തിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിന് കേരളത്തെക്കുറിച്ച് ഒട്ടേറെ പ്രതീക്ഷകളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെങ്കിലും അത് സഫലമാകണം എന്നവരാഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയും മറ്റ് ഘടകകക്ഷികളും എല്ലാം അടങ്ങുന്ന NDA മുന്നോട്ടേക്ക് വെക്കുന്നത് അന്നത്തിനും വെള്ളത്തിനും മണ്ണിനും തൊഴിലിനും നീതിക്കും ആരോഗ്യത്തിനുമൊക്കെ വേണ്ടി ഒരു വലിയ പടപ്പുറപ്പാട് കേരളത്തിൽ അനിവാര്യമായി തീർന്നിരിക്കുന്നു. 25 ലക്ഷത്തോളം ഭൂരഹിതർ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. കഴിക്കാൻ ആഹാരമില്ലാത്തതുകൊണ്ട് പട്ടിണി കിടക്കുന്ന നിരവധി സ്ഥലങ്ങളിലെ പാവങ്ങൾ ഇന്ന് ദുരിതം പേറുകയാണ്. കഴിക്കാൻ ആഹാരമില്ലാത്തതുകൊണ്ട് ഒരു കുപ്പത്തൊട്ടിയിലെ വിസർജ്യം എടുത്ത് ഭക്ഷിച്ച് വിശപ്പടക്കേണ്ടി വന്ന ബാല്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെ ഇന്നത്തെ അവസ്ഥ എത്രത്തോളം രൂക്ഷമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം. 60 വർഷക്കാലം കൊണ്ട് കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടായ മുരടിപ്പ് മാറണം. ഒരു പരീക്ഷണത്തിന് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുകയാണ്. NDA ആ മാറ്റത്തിൻ്റെ ചാലക ശക്തിയായി, പതാകാവാഹകരായി ഈ കേരളത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ, നഗരാന്തരങ്ങൾ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ ശംഖുനാദം മുഴക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ശ്രീ കുമ്മനം അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കുകയാണ്. ദേശീയ ജനാധിപത്യ മുന്നണിയുടെ നായകൻ എന്ന നിലയ്ക്ക് മുന്നണിയുടെ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും എന്നാണ് താങ്കൾ കണക്ക് കൂട്ടുന്നത്? എത്ര സീറ്റ് കിട്ടും? ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നതാണ് പറയേണ്ടത്. 140 നിയോജക മണ്ഡലങ്ങളിലും NDA മത്സരിക്കുന്നത് ജയിക്കാൻ തന്നെയാണ്. പ്രതീക്ഷ വളരെയേറെയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാം നേടിയെടുക്കും എന്ന അവകാശവാദം ആരും ഉന്നയിക്കാറില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് മാത്രം അങ്ങ് തോറ്റുപോകും എന്നും ആരും പറയാറില്ല. ജയിക്കണം എന്ന ആഗ്രഹത്തോടെ, ജയിക്കുന്നതിന് വേണ്ടി ശുഭപ്രതീക്ഷയുമായിട്ടാണ് NDA മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായിരുന്നാലും വളരെ വ്യക്തമായി എനിക്ക് പറയാൻ കഴിയും, ഈ തെരഞ്ഞെടുപ്പിൽ ഭരിക്കാനുള്ള ഭൂരിപക്ഷം നേടിയെടുക്കും. 71+ എന്ന ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ആ ഉന്നതമായ ലക്ഷ്യം നേടിയെടുക്കും എന്ന കാര്യത്തിൽ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം. 1947 ശേഷം കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം എന്ന് തെളിയിച്ചത് ഇപ്പം നടന്ന ദുരന്തത്തോടനുബന്ധിച്ച് നരേന്ദ്രമോദി അദ്ദേഹം എല്ലാ ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ട് വന്നപ്പോഴാണ്. അതിനെപ്പോലും ഈ തിരഞ്ഞെടുപ്പിൻ്റെ പേരിൽ രാഷ്ട്രീയമായി കണ്ട് അതിനെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചു പോലും വികലമായി ചിത്രീകരിക്കുന്നത് ശരിയാണോ? ഒരു വലിയ ദുരന്തമുണ്ടായി നിരവധി ആളുകൾ കഷ്ടപ്പെടുകയും വേദനിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ
ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണത്തലവൻ ചെയ്യേണ്ടത് ആണ് വാസ്തവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. അദ്ദേഹം ഇതാദ്യമായിട്ടൊന്നുമല്ല. നേപ്പാളിൽ ദുരന്തമുണ്ടായപ്പോൾ, ഉത്തരാഖണ്ഡിൽ ദുരന്തമുണ്ടായപ്പോൾ, ഈ അടുത്ത കാലത്ത് ചെന്നൈയിൽ ഒരു വലിയ പ്രകൃതിനാശം സംഭവിച്ചപ്പോൾ ഒക്കെ അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മനുഷ്യത്വത്തിൻ്റെ ആൾരൂപമാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും ജീവിതവും തന്നെ മനുഷ്യത്വത്തിൻ്റെ ഉദാത്ത മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ വിവരം കേട്ട ഉടനെ തന്നെ കൊല്ലത്തേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ചികിത്സയ്ക്കും ഒക്കെ ആവശ്യത്തിനുള്ള വലിയ വിദഗ്ധന്മാരെ, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പ്രശസ്ത വിദഗ്ധന്മാരെ തന്നെ, ചികിത്സാ വിദഗ്ധന്മാരെ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു, മരുന്നും കൊടുത്തയച്ചു. അദ്ദേഹം സംഭവസ്ഥലം കാണാൻ പോവുകയാണ്. അത് ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ്. ഞാനും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അവിടെ ഒരു തെറ്റും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, ചെയ്യേണ്ടതുപോലെ ചെയ്തു എന്ന് എല്ലാവർക്കും അഭിപ്രായമുണ്ടാകത്തക്ക വിധത്തിൽ അദ്ദേഹത്തിന് സർവാദരണീയമായൊരു സ്ഥാനം നമ്മുടെ സമൂഹത്തിൽ നേടിയെടുക്കുകയും കൂടിയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ ഒരു ചികിത്സകളും നിർത്തിവെച്ചിട്ടില്ല, നിർത്തിവെക്കാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ, അവിടെ ആശുപത്രിയിൽ പോയപ്പോൾ ഓരോ പരിക്കേറ്റ് കിടക്കുന്ന ഓരോരുത്തരോടും ചികിത്സ എങ്ങനെ ലഭിക്കുന്നുണ്ട്, എന്താണ് വേണ്ടത്, ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർമാർ കൊണ്ടുവന്ന് ചർച്ച ചെയ്തു. ഇവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തു. അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്തു. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ മേൽനോട്ടത്തിന് വേണ്ടി നിയോഗിച്ചു. കേന്ദ്രത്തിൽ നിന്ന് സഹായധനമായിട്ട് 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ദുരിതാശ്വാസ നടപടികളും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രശംസനീയമായ രീതിയിൽ അദ്ദേഹം ചെയ്തു. ഭരിക്കുന്നതിനുള്ള ഒരു മാനിഫെസ്റ്റോയാണ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എങ്ങനെ ഒരു അക്കൗണ്ട് പോലും തുറക്കാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ ഭരണസാരഥ്യത്തിലേക്ക് വരാൻ ഉള്ള സാധ്യത എന്ന് കുമ്മനം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ BJPയും മറ്റ് സഖ്യകക്ഷികളും അടങ്ങുന്ന NDA ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശക്തിയായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് UDFനെയും LDFനെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. വലിയൊരു ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുന്നേറ്റത്തിൽ BJPക്കും മറ്റ് സഖ്യകക്ഷികൾക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജനപിന്തുണയാണ്. അത് കണ്ടില്ല എന്ന് ആർക്കും നടിക്കാൻ സാധ്യമല്ല. കേരളത്തിലെ ജനത NDA സഖ്യത്തിന് കലവറയില്ലാത്ത പിന്തുണ നൽകിക്കൊണ്ട് ഒരാശയത്തിനും ആദർശത്തിനും വേണ്ടി നിലയുറപ്പിക്കുന്ന പ്രസ്ഥാനമെന്നുള്ള നിലയ്ക്ക് ഹൃദയം തുറന്ന് സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനി LDFും UDFും ഏതെങ്കിലും വിധത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കിയാൽ പോലും അതിനെയും അതിജീവിക്കാൻ തക്ക കരുത്ത് NDA സഖ്യം നേടിയെടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എൻ്റെ പേര് പ്രേമാനന്ദൻ. ഞാൻ NDAയിലെ ഒരു ഘടകകക്ഷിയായ NDPയുടെ പ്രസിഡൻ്റാണ്. അങ്ങയുടെ സാധാരണ എല്ലാവർക്കും തോന്നാവുന്നുള്ളൊരു സംശയം, വളരെ കാലമായി ഹിന്ദു മതത്തിൽ അടിയുറച്ച ജീവിത ശൈലി നിലനിർത്തി പോകുന്ന അങ്ങ് ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമെന്ന് എല്ലാവരും പറയത്തക്കവണ്ണം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന് ഇലക്ഷനെ നേരിടുമ്പോൾ മറ്റ് മതസമൂഹങ്ങൾക്ക് അങ്ങയെ ഏത് രീതിയിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്ന് വിശദീകരിക്കാൻ പറ്റും? ഞാനിവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദു സമൂഹത്തിൻ്റെ സാമൂഹ്യ അവശതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരിക്കലും മതവിദ്വേഷം ഉണ്ടാക്കാനും സ്പർദ്ധ വളർത്താനും ഞാൻ എൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരിക്കൽ പോലും ഇടയാക്കിയിട്ടില്ല. ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ചത് ആരുടെ ഇടയിലാണ്? അദ്ദേഹം ഒരു സാമൂഹ്യ അവശത, ഈ ഹിന്ദു സമൂഹത്തിലെ അയിത്തവും അനാചാരവും അസ്പൃശ്യതയും അന്ധവിശ്വാസവും അതിനൊക്കെ എതിരെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയിട്ടാണ്. അയ്യങ്കാളി ശ്രമിച്ചത് അത് തന്നെയാണ്. അവരൊക്കെ അയ്യങ്കാളി ഹിന്ദു സമൂഹത്തിൽ തന്നെയല്ലേ പ്രവർത്തിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും കയറി ഹിന്ദു വർഗീയവാദി എന്ന് വിളിച്ചിട്ടില്ല. ഞാനും അത് തന്നെ ചെയ്തിട്ടുള്ളൂ. ഞാനിവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം പോലുമില്ല. മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 153A അനുസരിച്ച് എനിക്കെതിരെ നടപടി സ്വീകരിക്കാമായിരുന്നല്ലോ.
എനിക്കെതിരെ ഒരു കേസും ഇതുവരെ ഫയൽ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ മതസൗഹാർദ്ദം തകർത്തതിൻ്റെ പേരിൽ, മതവിദ്വേഷം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ. അപ്പോൾ ഞാൻ ചെയ്തത് ഇവിടുത്തെ പീഡിതർ, ദുഃഖിതർ, ഇവിടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇവിടുത്തെ പട്ടികജാതി സഹോദരങ്ങൾ, പട്ടികവർഗ്ഗക്കാർ, ഇവിടുത്തെ ദളിതർ, അധസ്ഥിതർ, ദരിദ്രർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സമൂഹമുണ്ട്. സാമൂഹ്യ വിഷയങ്ങളിൽ, പാരിസ്ഥിതിക വിഷയങ്ങളിൽ ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ആ തരത്തിൽ പ്രവർത്തിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ദർശനം നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ നേരെ എന്തെങ്കിലും ഒരു വിധത്തിലുള്ള ഒരു ആക്രമണമോ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ദൂഷ്യമുണ്ടാകുന്ന ഒരു നടപടി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ രംഗപ്രവേശം ചെയ്യുന്നത് കൊണ്ടോ, അതൊന്നും ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന നടപടികളല്ല. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ ഈ രാഷ്ട്രീയ രംഗപ്രവേശനം ഒരിക്കലും ഒരു മതവിഭാഗത്തിനും സ്പർദ്ധ ഉണ്ടാക്കുന്നതോ അവർക്ക് വിരോധമുണ്ടാക്കുന്നതോ അല്ല. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡൻ്റായി സ്ഥാനമേറ്റെടുത്ത നാൾ എനിക്ക് കിട്ടിയത് 7 ബിഷപ്പുമാരിൽ നിന്നും അനുമോദന സന്ദേശമാണ്. ഞാൻ ക്രിസ്തുമതത്തിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ അവർ ഒരു ആശംസാ സന്ദേശം അയക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ബിഷപ്പ് ഹൗസുകളിൽ പോകുന്നു, അവരെത്ര സന്തോഷത്തോടും സ്നേഹത്തോടു കൂടി എന്നെ സ്വാഗതം ചെയ്യുന്നു. മാർത്തോമ ബിഷപ്പ് എനിക്ക് ഏറ്റവും വലിയ സ്വീകരണം ലഭിച്ചത് ഞാൻ പാർട്ടി പ്രസിഡൻ്റ് ആയതിനു ശേഷം ആറന്മുളയിലാണ്. അന്നത് ഉദ്ഘാടനം ചെയ്തത് മാർത്തോമ ബിഷപ്പാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് കുമ്മനം രാജശേഖരൻ സഹിഷ്ണുതയുടെ പ്രവാചകനാണെന്നാണ്. അതൊക്കെ പത്രങ്ങളിൽ വന്ന കാര്യമാണ്. ഈ ബിഷപ്പുമാരെല്ലാം ഇങ്ങനെ പറയും. പാളയ ഇമാമും മറ്റ് ഇമാമുമാരുമായിട്ട് എത്രയോ സൗഹൃദത്തിലാണ്. എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനം ഒരു മതവിഭാഗത്തിലും വിദ്വേഷമുണ്ടാക്കാനോ എതിർപ്പുണ്ടാക്കാനോ ഇടയാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടല്ലേ. ഇനി എൻ്റെ ഈ രംഗപ്രവേശനം ക്രിസ്തുമത വിശ്വാസികൾക്ക് ഏതെങ്കിലും വിധത്തിൽ അലോസരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് അവരാണ്. ഒരു ക്രൈസ്തവ സഹോദരനും അങ്ങനെ ഇന്നേ വരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി പരിഹരിക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. അതുകൊണ്ടൊരു മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങൾ, മതസൗഹാർദ്ദത്തിൻ്റെ നല്ല നാളുകൾ സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ ഈ പദത്തിൽ പ്രവർത്തിക്കുകയും സംഘടനയെ ആ നിലയിൽ നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് മുഹമ്മദ് ഫക്രുദ്ദീൻ അലി. ഞാനൊരു ഗവേഷകനാണ്, PhD സ്റ്റുഡൻ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ രംഗത്ത് എന്ന് വെച്ചാൽ ഒരു 10 പൈസ സംസ്ഥാന സർക്കാർ ചിലവഴിക്കുമ്പോൾ, നമ്മുടെ റിസോഴ്സ് ചിലവഴിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ഓരോ പൗരനും കിട്ടുന്ന രീതിയിൽ ചിലവഴിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥമായ വികസനം ഉണ്ടാകുന്നത്. വികസനം നേരെ മുകളിലോട്ട് പോകുന്ന വെർട്ടിക്കലായിട്ടുള്ള ഒന്നായിരിക്കും, ഹെറിസോണ്ടലായിട്ട് അത് തിരശ്ചീനമായി പോകുന്നതായിരിക്കണം. ആ രീതി നോക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന നോർവേ, സ്വീഡൻ തുടങ്ങിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും പാർപ്പിട രംഗത്തും എല്ലാം കേരളം മുന്നിട്ട് നിൽക്കുന്നതാണ്. ഈ കേരള മോഡൽ ഇന്ത്യയുടെ മറ്റു പ്രദേശത്തും സത്യത്തിൽ മാറുകയാണ് ആകുകയാണ് വേണ്ടത്. ഈ കേരള മോഡൽ ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ ഇടതുവശം വലതുവശം മാറി ഭരിച്ചതിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ BJP ഭരിച്ച മറ്റ് സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഗുജറാത്ത് പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഇൻഡൈസസിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങൾ പിന്നിലാണ് ഈ പറഞ്ഞ ലോകത്തെ മുൻനിര രാജ്യങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. മാത്രമല്ല മാൽ ന്യൂട്രീഷൻ ഏറ്റവും കൂടുതലുള്ളതാണ്. സ്ത്രീകളുടെ ഇടയിൽ മാൽ ന്യൂട്രീഷൻ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഈ വികസനം എന്ന് പറയുമ്പോൾ അങ്ങ് പറയുന്നത് ഈ രീതിയിൽ കേരളം സാധാരണക്കാർക്കൊന്നും അവരുടെ വികസനം പോസിബിൾ ആകുന്ന രീതിയിലുള്ള ഈ ഒരു തിരശ്ചീനമായിട്ടുള്ള കേരള മോഡൽ വികസന മാതൃക ആയിരുന്നില്ല. ഈ ഗുജറാത്തിലും മറ്റും മുന്നോട്ട് വെക്കുന്ന ചില പൈസക്കാരുടെ മാത്രം വളർച്ച മുന്നോട്ട് വെച്ചുള്ള ഒരു വെർട്ടിക്കലായിട്ടുള്ള വികസന മാതൃക കൊണ്ടുവരണം എന്നാണോ? ഇനി കേരള മോഡൽ മാതൃകയുടെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്തായിരുന്നു അത്? നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കുറവായിരുന്നു, 2% ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു ദേശീയ ശരാശരിയിലേക്ക് മുകളിൽ നമ്മുടെ സാമ്പത്തിക വളർച്ച കൂടി എത്തി. അപ്പോൾ കേരള മോഡൽ സ്വയം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ മുന്നോട്ട് വെച്ച് 2 മുന്നണികളുടെ മുന്നിൽ BJPക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇപ്പം BJP പറയുന്നത് എന്താണ്? BJP പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വഴിമുട്ടി കാരണം വഴികാട്ടാൻ BJP. എനിക്ക് തോന്നുന്ന സത്യത്തിൽ കേരളത്തിൽ വഴിമുട്ടിയ, ബഹുമാനത്തോടു കൂടി തന്നെ പറയാം, വഴിമുട്ടിയ BJP വഴി കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന BDJS എന്നുള്ളതല്ലേ? കേരളം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു കണക്കുകളും പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാനിപ്പോൾ തന്നെ വ്യവസായ മേഖല നടക്കാം. എത്ര വ്യവസായങ്ങൾ ഇവിടെ പൂട്ടിയിട്ടിരുന്നു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന എത്രയോ ഞാൻ ജില്ലകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട്. താഴിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. വ്യവസായങ്ങൾ എത്രയോ നിന്നുപോയി. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഞാനൊരു ദേശീയ ചക്ക മഹോത്സവം നടത്തി ഒരു കഴിഞ്ഞ വർഷം നടത്തിയാണ്.
ഒരു ചക്ക സംസ്കരണ ഫാക്ടറികൾ തുടങ്ങാൻ 37 ചെറുപ്പക്കാർ രംഗത്തേക്ക് വന്നു. ആ ട്രെയിനിങ് കൊടുത്താണ്. അവർ കഴിച്ചിട്ട് ഒരാൾക്ക് പോലും ഒരു വ്യവസായം തുടങ്ങാൻ ഇന്നവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗുജറാത്തിലെ ഒരു അനുഭവം പറയാം. ഗുജറാത്തിൽ നിങ്ങൾ അവിടുത്തെ വ്യവസായ വകുപ്പ് ഓഫീസിൽ ഫോൺ ചെയ്യൂ, നിങ്ങൾക്കൊരു വ്യവസായം തുടങ്ങണമെന്ന് ആവശ്യം. പിറ്റേ ദിവസം രാവിലെ വ്യവസായ വകുപ്പ് ഓഫീസറും വരും, ബാങ്ക് മാനേജരും വരും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങൾക്ക് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തരും, നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാനുള്ള എല്ലാ സാഹചര്യവും അവിടെ ഉണ്ടാക്കി തരും. 100 അനുഭവങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും. ഞാനിത് പഠിച്ചതിന് ശേഷം പറയുന്നതാണ്. ഞാൻ ഇത് അനുഭവസ്ഥൻ എന്നുള്ളതൊക്കെയാണ് കേരളത്തിൽ ഒരു ഉദാഹരണം പറയുന്നത്. ഇവിടെ അഴിമതിയാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു വ്യവസായം തുടങ്ങാൻ വേണ്ടി പോയാൽ അയാളെ പല സ്ഥലങ്ങളിട്ട് ഓടിച്ച് അവസാനം ഇത് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയാണ്. എത്ര ചെറുപ്പക്കാരെ കാണാൻ കഴിയും. അവരൊക്കെ ഇന്ന് കേരളത്തിന് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ധാരാളം മലയാളികളെ കാണും. എന്താ നിങ്ങൾ ഇവിടെ വന്ന് വ്യവസായം തുടങ്ങാൻ കാരണം എന്താ? കാരണം കേരളത്തിൽ പറ്റുന്നില്ല. ഇതാണോ കേരള മോഡൽ? കേരളത്തിലെ കൃഷി എന്താണ്? ഞാൻ പറഞ്ഞു, കേരളത്തിൽ കഴിക്കാനുള്ള ആഹാരം വേണ്ട. നമുക്ക് 26 ലക്ഷം ടൺ അരി വേണം ഒരു വർഷം കഴിക്കാൻ. നമുക്ക് 6 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ വർഷം ചെല്ലുന്തോറും നമുക്ക് കഴിക്കേണ്ട ആഹാരത്തിനുള്ള വക കുറഞ്ഞു വരികയാണ്. അതേസമയം ഇവിടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പം ചക്ക തന്നെ ഒരു ഉദാഹരണം. 2500 കോടി രൂപയുടെ ചക്ക നശിച്ചു പോവുകയാണ്. നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങൾ തരിശായിട്ട് കിടക്കുകയാണ്. പാട്ടക്കാലാവധി കഴിഞ്ഞ് 3.5 ലക്ഷത്തോളം ഏക്കർ വെറുതെ കിടക്കുകയാണ്. എവിടെയാണ് ഒരു ആസൂത്രണം? ഈ കേരളത്തെ സ്വയം പര്യാപ്തമാക്കാൻ എന്താണ് ആസൂത്രണം? മറ്റ് സംസ്ഥാനങ്ങളെ അവലംബിച്ച് കഴിയുകയാണ്. ആഹാരത്തിൻ്റെ കാര്യത്തിലത്, തൊഴിലിൻ്റെ കാര്യത്തിലത്, എല്ലാം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അവലംബിച്ച് കഴിയുകയാണ്. കേരളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി തമിഴ്നാട്ടിൽ കൃഷി ചെയ്ത് അവിടുത്തെ പച്ചക്കറി നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണ്. കേരളത്തിൽ നിന്ന് വിലയ്ക്ക് വൈദ്യുതി വാങ്ങിക്കുകയാണ് തമിഴ്നാടുകാർ. അവിടെ കർഷകന് ഫ്രീ ആയിട്ട് ആ ഇലക്ട്രിസിറ്റി കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ച് അവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ മോഡൽ എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങൾ പലരേത് വളർന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ നിരവധി സ്ഥലങ്ങളിൽ പോയി പലതും തുടങ്ങി അവരവിടെ ജീവിക്കുന്നത് തന്നെ കേരളത്തിൽ ജീവിക്കാൻ വയ്യാത്തതുകൊണ്ടല്ലേ. കേരളത്തിൽ നിക്ഷേപം ഇറക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾ തയ്യാറാകുന്നത്? ചിലപ്പോൾ പറയും ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ കൃഷി ഇറക്കാൻ പറ്റാത്തത്, ഇവിടുത്തെ കർഷക തൊഴിലാളികൾ സമ്മതിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു വേണം തൽക്കാലം രക്ഷപ്പെടാം. പക്ഷേ ഇതുപോലൊക്കെ തന്നെയല്ലേ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളത്. ഇതിന് വേണ്ടത് ഇച്ഛാശക്തി എന്ന് പറയുന്നൊരു കാര്യമാണ്. ഈ വിഷയത്തിൽ ഒരു ഇച്ഛാശക്തി ഉണ്ടോ? കേരളം കാർഷിക സംസ്ഥാനമായിരുന്നു. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കഴിക്കാനുള്ള ആഹാരം ഉണ്ടായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? അപ്പോൾ ഇച്ഛാശക്തി വേണം. ഈ കേരളത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാം. നമുക്കിവിടുത്തെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാം. അങ്ങനെ തൊഴിൽ സംരംഭങ്ങൾ ധാരാളം ഉണ്ടാക്കണം. അങ്ങനെ തൊഴിൽ സംരംഭങ്ങൾ, ചെറുകിട വ്യവസായങ്ങളും ഇതൊക്കെ തുടങ്ങാൻ എന്ത് ആണ് ഉള്ളത്? അപ്പോൾ ഒരു ആസൂത്രണ കമ്മീഷൻ്റെ കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. വ്യവസായ വകുപ്പ് നേടിയെടുത്തത് എന്താണ്? ഓരോ മന്ത്രാലയങ്ങളും ഈ കേരളത്തിൽ ഉണ്ടാക്കിയ നേട്ടം എന്താണ്? MLA ഫണ്ട് ഒരു സ്ഥലത്ത് MLA ചെലവഴിച്ച് അവിടെയൊക്കെ നടത്തുന്നത് ആണോ വികസന പ്രവർത്തനം? MLA ഫണ്ട് എടുത്ത് ഉപയോഗിച്ച് റോഡുകൾ. ഇവിടുത്തെ പ്രധാന പ്രശ്നം അഴിമതി തന്നെയാണ്. പൊതുഖജനാവിൽ നിന്ന് തുടങ്ങുന്ന പണം ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി എത്തുന്നില്ല. ഇടയ്ക്ക് നിന്ന് കുറേ ആളുകൾ തട്ടിയെടുത്തുകൊണ്ട് പോവുകയാണ്. ശ്രീധരൻ പറഞ്ഞ വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു പാലം പണിത് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ 13 കോടി രൂപ ഗവൺമെൻറ്റിന് തിരിച്ചു കൊടുത്തു. വാസ്തവത്തിൽ അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ പോക്കറ്റിൽ, ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റിൽ പോകേണ്ട പണമല്ലേ? 5000 കോടി രൂപ മെട്രോ പൂർത്തിയാക്കുമ്പോൾ 1000 കോടി രൂപ തിരിച്ചു കൊടുക്കുന്നു. വളരെ വ്യക്തമല്ലേ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അഴിമതി? ഒരു സംശുദ്ധ ഭരണമാണ് ഉണ്ടാക്കേണ്ടത്. അഴിമതിയില്ലാത്ത ഒരു സംശുദ്ധ ഭരണം ഉണ്ടാകണം. 100 രൂപ ചെലവഴിച്ചാൽ, ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ ആ 100 രൂപയുടെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടും. എൻ്റെ പേര് സുരേഷ് കുമാർ. ഞാൻ കേരള ചാമ്പർ ഓഫ് കൊമേഴ്സാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ NDA ഭരണത്തിൽ വരുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലത്തെ 2ാമത്തെ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ താങ്കൾക്ക് ഒരു കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ബിസിനസ്സുകാർക്ക്, കാരണം ഞങ്ങൾക്കറിയാം ബിസിനസ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നന്നായിട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്, അത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും? താങ്കളുടെ മനസ്സിൽ എന്താണ്? ബിസിനസ്സുകാർക്ക് താങ്കൾ എന്ത് ചെയ്യും? വ്യവസായ വാണിജ്യ വ്യാപാര രംഗത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. ശാന്തിയും സമാധാനം ഉണ്ടാകും ഫസ്റ്റ്. കാരണം സംഘർഷമാണ്, പല വിധത്തിലുള്ള സംഘർഷമാണ്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല സംഘർഷം ഈ രംഗത്തുമുണ്ട്.
ഒരു വ്യവസായത്തിനും വ്യാപാരത്തിനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്ന ആളുടെ ടെൻഷൻ ഭയങ്കരമാണ്. അയാൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മല്ലിടണം, ഗവൺമെൻറ്റുമായിട്ട് മല്ലിടണം, പല സാങ്കേതിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള അയാൾ മല്ലിടണം. അപ്പോൾ ഒരു ശാന്തി സമാധാനം, അയാൾക്ക് സ്വസ്ഥമായി സ്വൈരമായി സമാധാനപരമായി അയാൾക്ക് അയാളുടെ വ്യാപാരം, അയാളുടെ വാണിജ്യം, അയാളുടെ വ്യവസായം ഇതൊക്കെ മുന്നോട്ടേക്ക് നടത്തിക്കൊണ്ട് പോകാൻ കഴിയണം. അതാണ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം. 2, ഈ വ്യാപാരികളുമായി ഒരു സൗഹൃദ സർക്കാരായിരിക്കണം. ഇപ്പോൾ പലപ്പോഴും ഈ രംഗത്തുള്ള ആളുകളുമായിട്ടൊക്കെ ഞാൻ സംസാരിച്ചപ്പോഴും ആശയവിനിമയം നടത്തിയപ്പോഴും എല്ലാവർക്കും ഈ രംഗത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുപോകണം എന്നുള്ളൊരു ചിന്താഗതിയാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നതോടൊപ്പം നിരവധി മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുകയും വേണം. വ്യാപാര രംഗത്തേക്ക് വരണം. കൊള്ളലാഭം ഉണ്ടാക്കുകയും കച്ചവടക്കണ്ണോടുകൂടി ഏതിനെയും കാണുകയും ചെയ്യുന്ന പ്രവണതയും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മെക്കാനിസം ഉണ്ടാവണം. ആ മെക്കാനിസം ഇന്നില്ല. വ്യാപാരികളോട് പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥന്മാരും വ്യാപാരികളും ഗവൺമെൻറ്റും എല്ലാം അടങ്ങുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി തീർത്താൽ വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സർ, എൻ്റെ പേര് പ്രവീൺ പരമേശ്വർ. ഞാനൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വന്തമായിട്ട് ഭൂമിയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. 96% സെൻസസിൽ പറയുന്നത്. സ്വന്തമായിട്ട് വീടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ കൃത്യമായ കണക്കുകളിലേക്ക് വന്ന് ഞാൻ സമയം ഒരുപാട് കളയുന്നില്ല. എന്നിരുന്നാലും 1,18,053 പേർക്കാണ് കേരളത്തിൽ വീടില്ല എന്ന കണക്ക് പറയുന്നത്. എന്നാൽ അത് ഗുജറാത്തിൽ 1,44,306. ഇത്തരത്തിൽ ഓരോ കണക്കുകളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മാനവ വികസന സൂചികയിൽ 1ാമത് കേരളം, ഗുജറാത്ത് 12ാമത്, രാജസ്ഥാൻ 17ാമത്. ശൗചാലയങ്ങളുടെ ലഭ്യത ഗുജറാത്ത് 58% പേർക്കേ ഉള്ളൂ, രാജസ്ഥാനിൽ 35% പേർക്കേ ഉള്ളൂ, കേരളത്തിൽ 94% പേർക്കുണ്ട്. ഭക്ഷണം പലപ്പോഴും ദാരിദ്ര്യരേഖയുമായിട്ടും ദാരിദ്ര്യവുമായിട്ടും വളരെ കണക്റ്റഡ് ആണല്ലോ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ 7% ആൾക്കാർ, ഇത് ഗുജറാത്തിൽ 14%, അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ ഇരട്ടി. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഭൂമിയുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വീടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ശൗചാലയങ്ങളുള്ള, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ 7% ആൾക്കാർ മാത്രമുള്ള ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് രാജസ്ഥാനേക്കാളും ഗുജറാത്തിനേക്കാളും വീടിൻ്റെ പരിസരത്ത് ജലം ലഭ്യമായിട്ടുള്ളൂ ഒരു സംസ്ഥാനമാണ് കേരളം. ഇത്തരത്തിലൂടെ നമ്മുടെ സെൻസസും UN-ന്റെ HDIയും എടുത്ത് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാൾ മുന്നിൽ നിൽക്കുന്ന കേരളം പോലെ ഒരു സംസ്ഥാനത്തിൽ വ്യാപാര രംഗത്തോ വ്യവസായ രംഗത്തോ ഉള്ള ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിപൂർണമായിട്ടും സ്റ്റേറ്റ് വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ശരിയായ എക്സ്പ്ലനേഷൻ ആണോ, അതോ ഈ കണക്കുകൾ തെറ്റാണോ? ഇവിടെ ഭൂമിയില്ലാത്തവർ ധാരാളം. ഒരു വശത്ത് ഏക്കർ കണക്കിന്, ലക്ഷക്കണക്കിന് ഏക്കർ കണക്കിന് പാട്ടക്കാലാവധി കഴിഞ്ഞ് ഭൂമി കിടക്കുന്നു, മിച്ച ഭൂമിയും കിടക്കുന്നു. ഭൂമിയില്ലാത്തവർ ഇന്ന് സമരത്തിലാണ്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? 25 ലക്ഷം പേർ ഭൂമിയില്ലാത്തവരുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതായത് മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം സ്വന്തം അടുക്കളയിൽ മണ്ണ് തുരന്നു മാറ്റി അടക്കം ചെയ്യേണ്ട സ്ഥിതി ഈ കേരളത്തിലുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു റോഡ് സൈഡിലാണ് ഈ അടുത്ത കാലത്ത് ഒരാളുടെ മൃതദേഹം സംസ്കരിച്ചത്. കാരണം ഇത് ഭൂപരിഷ്കരണം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത് 1962-63 കാലത്താണ്. 67 കുടികിടപ്പാവകാശം KR ഗൗരി റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ നടപ്പിലാക്കി. അന്ന് കൊടുത്ത 7 സെൻറ്റിലാണ് ഇന്നും അവർ കഴിയുന്നത്. തലമുറ 3 കഴിഞ്ഞു. ആ 7 സെൻറ്റിൻ്റെ അകത്ത് 4ഉം 5ഉം കുടുംബമായി അടുപ്പ് കല്ല് പോലെ വെച്ചിരിക്കുകയാണ്. ഒരു 2ാം ഭൂപരിഷ്കരണ നിയമം വരേണ്ട സമയമായില്ലേ? ഇത്രയും നാളുകൾ ഈ ഭരിച്ചവർ ഇത് മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നമാണ്. ഈ മാനുഷിക പ്രശ്നത്തിന് നേരെ നമുക്ക് മുഖംതിരിക്കാൻ പറ്റൂ. അതുകൊണ്ട് NDA വളരെ വ്യക്തമായിട്ട് പറയുന്നു, 2ാം ഭൂപരിഷ്കരണ നിയമം അനിവാര്യമാണ്. കാരണം ഈ മിച്ചഭൂമിയായി കിടക്കുന്ന ഭൂമി, പാട്ടക്കാലാവധി കഴിഞ്ഞ് കിടക്കുന്ന ഭൂമി, ഇതൊക്കെ ഇവിടുത്തെ ഭൂമി ഇല്ലാത്തവർക്ക് അവകാശപ്പെട്ടതാണ്. അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇപ്പം ഞാൻ പറയട്ടെ, ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്ന ഏതാണ്ട് 325 ഏക്കർ ഭൂമി മിച്ചഭൂമിയായിട്ട് പ്രഖ്യാപിച്ചില്ലേ? എന്താ ഇന്നേ വരെ അത് കൊടുക്കാത്തത്? ഇവിടുത്തെ ഭൂരഹിതരായ പട്ടിക വർഗ്ഗക്കാരനാണ് ആദ്യത്തെ അവകാശി. മിച്ചഭൂമി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഇന്നേ വരെ കൊടുത്തിട്ടില്ലല്ലോ. എന്താ കൊടുക്കാത്തത്? പമ്പ ആക്ഷൻ പ്ലാൻ, പമ്പാ നദി സംരക്ഷിക്കാൻ വേണ്ടി 485 കോടി രൂപയുടെ നദീതട പദ്ധതി ഉണ്ടാക്കി. 18 വർഷങ്ങൾക്ക് മുമ്പ് വല്ലതും നടപ്പിലായോ?
ഈ നദീതട പദ്ധതികളൊക്കെ എന്തുകൊണ്ട് നടപ്പിലാകുന്നില്ല? ഒരു പ്ലാനിങ് ആ നിലയ്ക്ക് ആ ഒരു പ്ലാനിങ് ഇല്ല. വേനൽക്കാലം വരുമ്പോൾ വെള്ളത്തിന് വേണ്ടി ഓടുകയാണ്, മഴക്കാലത്തോ ഉള്ളത് മുഴുവൻ ഒലിച്ച് നമ്മുടെ പുഴയിലേക്ക് ഒഴുകി കടലിൽ പോവുകയാണ്. ഒരു കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ രക്ഷിക്കാൻ ഒരു സമഗ്രമായ ഒരു കർമ്മ പദ്ധതി ഉണ്ടോ? ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടോ? ആ മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഞാൻ പറഞ്ഞത് കണക്കുകളെല്ലാം ശരി തന്നെയാണ്. 13% ആളുകൾക്ക് ഇവിടെ കഴിക്കാനുള്ള ആഹാരം ഉണ്ടാകുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് 17% ഉണ്ടായിരുന്നു. ഇതൊരു കാർഷിക സംസ്ഥാനമായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, നീതി എന്നൊക്കെ പറയുന്നതാണ്. യാഥാർത്ഥ്യത്തോട് നമ്മൾ സമരസപ്പെട്ടുകൊണ്ട് നമുക്ക് വ്യക്തമായി ഈ കേരളത്തെ നയിച്ചുകൊണ്ട് പോകുവാൻ ഒരു കർമ്മ പദ്ധതിയാണ് ആവശ്യം. പേര് പോൾ എന്നാണ്. ഞാൻ സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾക്ക് ഏറ്റവും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടിരുന്ന കേരളം ഈ കുറച്ച് നാളുകളായിട്ട് ടൂറിസത്തിൽ വളരെ പിന്നോക്കം പോവുകയാണ് ചെയ്തത്. ദൈവം തന്ന നാട്, ദൈവം തന്ന ബീച്ചുകൾ, അതുകൊണ്ട് വളർന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇന്ന് താറുമാറായിട്ടിരിക്കുന്ന, പലരും ലോൺ എടുത്ത് കെട്ടിടം പണിത് ഉദ്ഘാടനം ചെയ്തിട്ട് ലോൺ പോലും തിരിച്ചടയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് എന്തെങ്കിലും രക്ഷ ബഹുമാനപ്പെട്ട കുമ്മനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വഴിയുമാണെങ്കിൽ എന്തെങ്കിലും കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുമോ ഇല്ലയോ? കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. വിനോദസഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായ ഒരു സംസ്ഥാനം കേരളം പോലെ മറ്റൊന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തെല്ലാം നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പച്ചപ്പ്, നമ്മുടെ പ്രകൃതി രമണീയമായ ഈ ഇവിടുത്തെ ആ ഒരു ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ കാലാവസ്ഥ, എല്ലാം കൊണ്ടും വളരെ അനുകൂലമാണ് ഇവിടുത്തെ ടൂറിസ്റ്റ് മേഖലയ്ക്ക് വളർന്നു വരാൻ. പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വളരെ നാളുകളോളമായിട്ടൊരു മുരടിപ്പ് അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം കേരളത്തെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അത് മറ്റ് സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കാനും ടൂറിസ്റ്റുകളായി ഇവിടെ എത്തുന്ന ആളുകൾക്ക് വേണ്ട വിധത്തിൽ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവർക്ക് വീണ്ടും വീണ്ടും വരാനും ഉള്ള അനുകൂലമായ ഒരു അന്തരീക്ഷമില്ല. ഒരു വിനോദസഞ്ചാരികളുടെ സൗഹൃദമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നില്ല. അതുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്ലാനിങ് ആവശ്യമാണ്. ആ പ്ലാനിങ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടോ നമുക്ക് കൈമോശം സംഭവിച്ചു. കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി അതിനുവേണ്ടി പണം നീക്കിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഫലം കാണാൻ പോകുന്നതേ ഉള്ളൂ. എത്രത്തോളം അത് വിജയകരമായി തീരുമെന്നുള്ളത് ഇനി വരും കാലങ്ങളിൽ അത് നടപ്പിലാക്കുന്നതിൽ ഉള്ള ഔത്സുക്യം എത്രത്തോളമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അവിടെ നമുക്ക് വേണ്ടത് ഒരു നല്ലൊരു പദ്ധതി തന്നെയാണ്. ആ പദ്ധതിക്ക് രൂപം നൽകാൻ NDA തയ്യാറാണ്. കേരള ഗവൺമെൻറ് ഈ രംഗത്ത് ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തയ്യാറാവണം. കേന്ദ്രത്തിന് ചെയ്യാൻ സാധിക്കുന്നത് പണം കേരള ഗവൺമെൻറ് കൊടുക്കാനേ പറ്റൂ. ഒരു പദ്ധതിയും നേരിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. പണം കേരള ഗവൺമെൻറ് കൊടുക്കും. കേരള ഗവൺമെൻറ് ഇത് അൺസ്പെൻഡ് എന്ന് പറഞ്ഞ് ആ തുക അവിടെ ഇട്ടിരിക്കുകയാണ്. NDA സർക്കാർ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ വളരെ ഗൗരവത്തോടു കൂടി ഈ ടൂറിസം മേഖലയിൽ ഇടപെട്ട് അതിനെ പുനരുജ്ജീവിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരുവാൻ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുക തന്നെ ചെയ്യും. എൻ്റെ പേര് ഷിബു പ്രഭാകരൻ, കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഡയറക്ടറാണ്. ഇന്ത്യയിലും എല്ലാ പത്രങ്ങളിലും ചർച്ച ചെയ്ത ഒരു കാര്യമാണ് BJP വന്നാൽ ഇൻകം ടാക്സ് അബോളിഷ് ചെയ്യും, അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ചില എക്സെപ്ഷൻസ് എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ ഈ കാര്യവും പറഞ്ഞ എല്ലാ സ്ഥാനാർത്ഥികളും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷന് ചേംബറിൽ കൊച്ചിയിലെ സ്ഥാനാർത്ഥി ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ ചേംബറിൽ വന്ന് ഈ കാര്യം സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം BJP അധികാരത്തിൽ വന്നതിന് ശേഷം റിയാലിറ്റിയിൽ വന്നപ്പം കഴിഞ്ഞ പ്രാവശ്യം ഫയൽ ചെയ്യാനുള്ള ഒരു ഗ്രേസ് പീരീഡ് പോലും കിട്ടിയില്ല. എല്ലാ കാര്യത്തിലും ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ ഇപ്പം ഇവിടെ കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കുമ്മനം ചേട്ടൻ്റെ ഒരു നേതൃത്വത്തിൽ ബിസിനസ്സുകാർക്ക് അനുകൂലമായിട്ട് നടപ്പാക്കുന്ന 2-3 നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നന്നായിരിക്കും. കേരളത്തിലെ ബിസിനസ്സുകാർക്ക് നടപ്പിലാക്കേണ്ട പദ്ധതികളെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടൊരു ചർച്ച വെച്ചിരുന്നു. അതിൽ നിന്നും ഒരു റിപ്പോർട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്.
ഭരണം കിട്ടിയതിന് ശേഷമാണ് നടപ്പിലാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആ രംഗത്തുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടാണ് ഒരു പദ്ധതി തയ്യാറാക്കാൻ പറ്റുക. തീർച്ചയായിട്ടും എന്ത് പദ്ധതിയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടില്ല. BJP കേരളത്തിൽ നാളിതുവരെ ഭരിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അനുഭവങ്ങൾ ഈ രംഗത്ത് പാർട്ടിക്കില്ല. അനുഭവങ്ങളുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. എങ്കിൽ പോലും ഈ രംഗത്തുള്ള ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, വ്യാപാരികളായിട്ടുള്ളവർ അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിക്കൊണ്ട് വ്യാപാരി സമൂഹത്തിന് പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ളൊരു കർമ്മ പദ്ധതി തയ്യാറാക്കുക എന്നുള്ളത് NDA മുൻഗണന നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണ്. കേന്ദ്ര സർക്കാർ പല കാര്യങ്ങളിലും എടുത്ത നടപടികൾ ഇവിടുത്തെ വ്യാപാരി രംഗത്തൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പരിഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർച്ചയായും അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഉത്കണ്ഠ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ളതൊക്കെ ചെയ്യും. എൻ്റെ പേര് PS റംഷാദ്, മലയാളം വാരികയുടെ ലേഖകനാണ്. എൻ്റെ ചോദ്യം, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിൽ എല്ലാ കാലത്തും തുടക്കം മുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയമായ ആരോപണം സാമുദായികവും വർഗീയവുമായ ചിരിതിലുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതാണ്. പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിലെത്തുമ്പോൾ നേരിടാനുള്ള തുടർച്ചയായ ആരോപണം അതാണ്. പക്ഷേ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ചാണ്. പരിസ്ഥിതി, ഭൂപരിഷ്കരണം, സാമൂഹ്യനീതി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ BJPക്ക് അധികാരത്തിലെത്താൻ കാരണമായ രാഷ്ട്രീയ അജണ്ടകൾ കേരളത്തിൽ നടപ്പാകില്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളത്തിന് യോജിച്ച ഒരു പ്രോ ലെഫ്റ്റ്, ഒരു ഇടതുപക്ഷ അനുകൂലവും കൂടിയായ ഒരു പുതിയ രാഷ്ട്രീയ അജണ്ട BJP വളരെ ബോധപൂർവ്വം രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണോ ഇത്? വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും BJP രണ്ടല്ല, എല്ലാം ഒന്ന് തന്നെയാണ്. കേരളത്തിലെ BJP വ്യത്യസ്തമൊന്നുമല്ല. പലതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിൽ ചില രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതാണ്. എന്നെക്കുറിച്ചും ഞാനിനി എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും എന്നെക്കുറിച്ച് ഞാൻ ഒരു തീവ്രവാദിയാണ്, ഭീകരനാണ് എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. അവരിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഞാൻ നിലയ്ക്കൽ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് എന്നെ ഒരു ക്രിസ്ത്യൻ വിരോധിയായിട്ട് ചിത്രീകരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാനൊരു വർഗീയവാദിയാണെന്ന് പറയാറുണ്ട്. പക്ഷേ വസ്തുത എന്താണ്? ഞാൻ അവിടെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടോ ഒന്നും ഒരു സമരമുഖത്ത് വന്നിട്ടില്ല. ഞാൻ എതിർത്തത് 10 ഏക്കർ ഭൂമി, വനഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ്. മാറാട് തീരപ്രദേശം മുഴുവൻ ഒരു വൻകിട ക്യാപിറ്റലിസ്റ്റ് ഒരു കോർപ്പറേറ്റ് ശക്തി കൈയടക്കാൻ വേണ്ടി വന്ന് ഇത് സംബന്ധിച്ചുണ്ടായ ചില പ്രത്യാഘാതങ്ങളാണ്. ആ പ്രത്യാഘാതങ്ങളിൽ ഞാൻ ഒരു തരത്തിലും ഒരു വർഗീയതയെ ഒന്നും ഉന്നയിക്കാതെ, വിദ്വേഷമുണ്ടാക്കാതെ ആ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാൻ തീരദേശ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ ചിത്രീകരിക്കുന്നത് വേറെ രീതിയിലാണ്. ഒരു വർഗീയ കലാപങ്ങൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിലും BJPക്കെതിരായിട്ട് പരാമർശനമില്ല. കേരളത്തിൽ 7 വർഗീയ കലാപങ്ങളെക്കുറിച്ചുള്ള ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. വായിച്ചു നോക്കട്ടെ. വടക്കേ ഇന്ത്യയിലും പലതിനെക്കുറിച്ചും നമ്മൾ കേൾക്കുന്നത്, ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതും എനിക്കെതിരായിട്ട് പ്രചരണം നടത്തുന്ന ആൾക്കാർ തന്നെയാണ്. എനിക്കെതിരായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല. ആ പ്രചരണത്തിലും വലിയ സത്യമൊന്നുമില്ല. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ. ഞാൻ കേരള ചേംബർ ഓഫ് കോമേഴ്സ് സദൺ റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മുടെ കേരളത്തിലെ ജനസമൂഹം ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന കാര്യമാണ് മദ്യത്തിൻ്റെ ഉപയോഗം. ഇപ്പം ഇവിടെ മദ്യം നിരോധനമാണോ അതോ മദ്യവർജനമാണോ താങ്കളുടെ ഗവൺമെൻറ് വരികയാണെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മദ്യനിരോധനം എന്ന് പറയുന്നത് അത് നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യമാണ്. മദ്യവർജനം ഒരു മാർഗവുമാണ്. കാരണം മദ്യം വർജിക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ വർജനം എന്നും പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. മദ്യപാന ആസക്തി ജനങ്ങൾ കുറഞ്ഞു കൊണ്ടുവരണം. അതിന് ബോധവൽക്കരണം ആവശ്യമാണ്. അത് യുവാക്കളുടെ ഇടയിൽ, കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ഒക്കെ അത് സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ നടക്കണം. ഈ കേരള ഗവൺമെൻറ് മദ്യനിരോധനം കൊണ്ടുവന്നു, ഇവിടെ തടഞ്ഞു എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കേരളത്തിൽ മദ്യപാനാസക്തി കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മദ്യപാനികളുടെ ശരാശരി വയസ്സ് 18 കേരളത്തിൽ ഇപ്പോൾ 13 വയസ്സായി ഇപ്പോൾ ശരാശരി വയസ്സ്. അപ്പോൾ ഈ കുറേ ബാർ ലൈസൻസ് മുഴുവൻ വേണ്ട, കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവിടുത്തെ മദ്യവർജനം ഉണ്ടാവും, മദ്യനിരോധനം ഉണ്ടാവും? ഇല്ല. ഇവിടെ ബിവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ വരുമാനം 13,000 കോടിയിൽ നിന്ന് 18,000 കോടി രൂപയായി.
അപ്പോൾ വരുമാനം ബിവറേജ് കോർപ്പറേഷൻ കൂടി. സർ, എൻ്റെ പേര് MS സജിത്ത്, ഞാൻ അഡ്വക്കേറ്റാണ്. എൻ്റെ ചോദ്യം, കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി തിരുവനന്തപുരത്തും കേരളത്തിലെയും രാഷ്ട്രീയ ഇലക്ഷൻ രംഗത്ത് മാത്രം ചർച്ചയിലായൊരു വിഷയമാണ് വിഴിഞ്ഞം പദ്ധതി. ആ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയാണ്, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. പക്ഷേ പദ്ധതി നടപ്പിലാക്കിയതിന് ശേഷവും ഇവിടെയുള്ള വികസന സമന്വയം എന്ന പേരിലൊരു ടാബ്ലോയിഡ് ഇവിടെയുള്ള പ്രമുഖ ദിനപത്രങ്ങളുടെ ഉള്ളിൽ വെച്ച് ഇവിടെയുള്ള ഇപ്പോഴുള്ള ഗവൺമെൻറ് ആ രീതിയിൽ വിഴിഞ്ഞം പദ്ധതിയുടെ നടപ്പിലാക്കിയതിൻ്റെ ഇത് കേരള ഗവൺമെൻറ്റാണെന്ന് അവകാശപ്പെടുന്നു. ഈ രീതിയിലുള്ള പ്രചരണങ്ങളെ ഭാരതീയ ജനതാ പാർട്ടി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? കേന്ദ്ര സർക്കാർ കേരളത്തിലെ എൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് വലിയ സഹായം ചെയ്തു കൊടുത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് വളരെയേറെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ഇതുപോലെ തന്നെ മെട്രോ റെയിലിന് വേണ്ടിയിട്ടും വലിയൊരു തുക സർക്കാർ കൊടുക്കുന്നു. 5000 കോടി രൂപയിൽ നല്ലൊരു തുക കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷേ ഈ പദ്ധതികളൊക്കെ സ്വന്തം പദ്ധതികളാണ് എന്ന് പറഞ്ഞ് ഈ കേരള ഗവൺമെൻറ് വീമ്പിളക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിലൊക്കെ കേന്ദ്രത്തിൻ്റെ ആരെയും തൊടിയിക്കാതെ മുന്നോട്ടേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്. അപ്പോൾ ഈ കാര്യത്തിൽ കേരള ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടി രാഷ്ട്രീയ പ്രേരിതമാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഓരോന്നിനെയും അവർ കാണുകയാണ്. അതിൽ NDAക്ക് ഉത്കണ്ഠയുണ്ട് കേരളത്തിൽ. വിഷ്ണു എന്നാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ വിദ്യാർത്ഥിയാണ്. സാർ, കേരളത്തിലെ ഇരുമുന്നണികളും അഴിമതി കാണിക്കുന്നു എന്നൊക്കെ ഉദാഹരിക്കാനായിട്ട് സാർ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ ശ്രീധരൻ പണിത പാലത്തിൽ ബാക്കി വന്ന തുക ട്രഷറിയിലേക്ക് തിരിച്ചടച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഡൽഹിയിൽ കേജ്രിവാൾ ഈ അടുത്ത കാലത്ത് പാലം പണിത ശേഷം ഇതുപോലെ ട്രഷറിയിലേക്ക് തുക തിരിച്ചടക്കുകയുണ്ടായി. ആ കേജ്രിവാളിന് മുമ്പ്, ഷീലാ ദീക്ഷിതിന് മുമ്പ് അവിടെ സുഷമ സ്വരാജ് മുഖ്യമന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിലും 1 രൂപ പോലും അവിടെ ഇത്തരത്തിൽ ട്രഷറിയിൽ തിരിച്ചടച്ചതായിട്ട് നമുക്ക് യാതൊരു അറിവുമില്ല. അപ്പോൾ BJPയുടെ ഭരിച്ചിരുന്ന സംസ്ഥാനത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJP എങ്ങനെയാണ് ഇരുമുന്നണികൾക്കും ബദലായിട്ട് വരിക? ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആന എഴുന്നള്ളത്തുമായിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരു കുട ചൂടിക്കൊണ്ടുപോലും നമുക്കിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര ചൂടാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ആ ഒരു അവസരത്തിൽ ഈ കൊടുംചൂടത്ത് മണിക്കൂറുകളോളം ആനകളെ നിർത്തി എഴുന്നള്ളിക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും സാറിൻ്റെയും നിലപാടെന്താണ്? ആദ്യം പറഞ്ഞ അഴിമതിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിവെക്കുകയാണ് ചെയ്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, 100 രൂപ ട്രഷറിയിൽ നിന്നും ഒരു ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അത് ജനങ്ങൾക്ക് അതിൻ്റെ പരമാവധി തുക ലഭിക്കണം. ഇടത്തട്ടുകാർ നിലയ്ക്ക് ഉള്ള ആളുകൾ അത് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ പാടില്ല. കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. ഇനി ഡൽഹിയിലെ കാര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഞാൻ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് സംശുദ്ധമായ ഭരണത്തിലൂടെ എത്രയാണോ പൊതുഖജനാവിലെ പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടണം. അഴിമതി ഒരു തരത്തിലും അനുവദിക്കുന്നതല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ആനയുടെ വിഷയമാണ്. ശരിയാണ്, ആനകളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും ഭാരതീയ ജനതാ പാർട്ടി എതിരാണ്. അത് ഇന്ന് സ്വീകരിക്കുന്നത് നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്. അത് കുറച്ച് കൊണ്ടുവരിക തന്നെ വേണം. ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറല്ല. നമ്മുടെ ഇന്ന് നിലവിലുള്ള നിയമങ്ങളൊക്കെ ഇതിന് വളരെ ശക്തമാണ്. പക്ഷേ നിയമങ്ങൾ നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. വെടിക്കെട്ട് വിഷയത്തിൽ വെടിക്കെട്ടിനുണ്ട് ഇവിടുത്തെ ശക്തമായ നിയമമാണ് അത് നിയന്ത്രിക്കാനുള്ളത്. പക്ഷെ നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കാത്തതുകൊണ്ടാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. വാജ്പേയി ഗവൺമെൻറ്റിനെ ഞാൻ ഓർക്കുന്നത് കണ്ടഹാറിൽ 2 തീവ്രവാദി ഇന്ത്യയുടെ 2 ക്യാബിനറ്റ് മന്ത്രിമാർ കൊണ്ട് കൈമാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ഓർക്കുന്നത്. അത് പിൽക്കാലത്ത് RSS തന്നെ അത് തെറ്റാണെന്ന് അവർ പിൽക്കാലത്ത് പറയുകയുണ്ടായി. അതേ തെറ്റല്ലേ സാറേ ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുമ്പോൾ പട്ടാക്കോട് തീവ്രവാദി സംഘം ആക്രമണം നടത്തിയ പട്ടാളക്കാർ ക്യാമ്പ് സന്ദർശിക്കുകയും അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനും ആ ഏജൻസി ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുവാൻ എക്കാലവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ISI എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ചാരസംഘടനയെ ഇന്ത്യയിൽ വിളിച്ചു വരുത്തുകയും അവർ തിരിച്ച് പാകിസ്ഥാനിൽ ചെന്നിട്ട് ഇന്ത്യയുടെ NIA ഉൾപ്പെടെയുള്ള സംഘടനയെ കയറ്റില്ല എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ അഖണ്ഡത നരേന്ദ്രമോദി കാത്തു സംരക്ഷിച്ചിട്ടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമല്ലേ? ഞാനീ പറഞ്ഞതിനെ വളരെ ശക്തമായി നിഷേധിക്കുന്നു. ഇതൊക്കെ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ്. ഇതേക്കുറിച്ചൊക്കെ വാദകോലാഹലങ്ങൾ നടന്നിട്ടുണ്ട്. നടക്കാത്ത കാര്യം നടന്നു എന്ന് നമ്മൾ പ്രചരിപ്പിച്ച് ധാരാളം നുണബോംബുകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയായിരിക്കും സ്ഥിതി?
വിരസതയുടെയോ വിഫലതയുടെയോ ഒരു ഇടവേള പോലും ഇല്ലാതെ വളരെ സഫലമായി ഈ പരിപാടി മുന്നോട്ട് പോയി. ഇതിന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ കുമ്മനം രാജശേഖരനോട് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്നതിന് ആദ്യം നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചോദിച്ചവരും ചോദ്യം ചോദിക്കാൻ കഴിയാതെ പോയവരും ഒക്കെ ഈ പരിപാടി സാർത്ഥകമാക്കാൻ വേണ്ടി സഹകരിച്ചു. എല്ലാവരോടും നന്ദി പറയുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാനിഫെസ്റ്റോയ് എന്ന ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.